സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഫസീഹ് മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഫസീഹ്, ഇന്ത്യയുടെ ബാറ്റർമാരും പാകിസ്ഥാന്റെ സ്പിന്നർമാരും തമ്മിലുള്ള ഒരു ഫൈറ്റ് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുന്ന സമയത്താണ് ഉസ്മാൻ താരിഖ് എന്ന് പറയുന്ന അവരുടെ ബൗളർ, അദ്ദേഹത്തിന്റെ ബൗളിംഗ് ആക്ഷൻ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്ഷനാണ്. പന്ത് ഒന്ന് പുറത്തേക്ക് എടുക്കുന്നതിൽ അല്ലെങ്കിൽ പന്ത് എറിയുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം ഒന്ന് പോസ്റ്റ് ചെയ്ത് എറിയുന്നതാണ് അദ്ദേഹത്തിന്റെ ആക്ഷനിൽ ഒരു വ്യത്യസ്തത വരുത്തുന്നത്. ഇന്നലെ സൂര്യകുമാർ യാദവ് അതിന് സമാനമായ ആക്ഷനിൽ പന്തെറിഞ്ഞ് നമ്മുടെ ബാറ്റർമാർക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ബാറ്റർമാരും പാകിസ്ഥാന്റെ സ്പിന്നർമാരും തമ്മിലുള്ള ഒരു പോര് കൂടിയാകുമെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? എന്തായിരിക്കും? എത്രത്തോളം സാധ്യത ഇന്ത്യയുടെ ബാറ്റർമാർ പാകിസ്ഥാൻ ബൗളർമാർക്ക് മേൽ ആധിപത്യം നേടാനുള്ള ഒരു സാഹചര്യമുണ്ട്? നമുക്കറിയാം, ഈ ഒരു മത്സരത്തിൽ പാകിസ്ഥാൻ കാത്തുവെക്കുന്ന ഏറ്റവും വലിയ വജ്രായുധം എന്ന് പറഞ്ഞാൽ ഉസ്മാൻ താരിഖ് തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ ബോളിംഗ് ആക്ഷൻ ബാറ്റർമാർക്ക് ഉണ്ടാക്കുന്ന പ്രയാസം കഴിഞ്ഞ USA പാകിസ്ഥാൻ മത്സരത്തിൽ കണ്ടിട്ടുള്ളതാണ്. 4 ഓവർ എറിഞ്ഞ താരം 20 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളാണ് പിഴുതിട്ടുള്ളത്. ഇപ്പൊ താരത്തിനെ പരിശീലിക്കാൻ അല്ലെങ്കിൽ താരത്തിനെതിരെ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂര്യകുമാർ അത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സഞ്ജുവിന് പകരം അഭിഷേക് ശർമ്മ ടീമിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇന്ത്യക്ക് അത് വലിയൊരു നേട്ടമാണ്. കാരണം അഭിഷേക് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, സ്പിന്നർമാർക്കെതിരെ കാര്യമായ അല്ലെങ്കിൽ വലിയ രീതിക്കുള്ള സ്ട്രൈക്ക് റേറ്റ് ഉള്ള താരമാണ് അഭിഷേക് ശർമ്മ. അദ്ദേഹത്തിന്റെ മടങ്ങിയവരും അതുപോലെ തന്നെ ശിവം ദുബെ, നമുക്കറിയാം സ്പിന്നർമാർ IPL-ലും അല്ലാതെയും സ്പിന്നർമാർക്കെതിരെ കാര്യമായി ബാറ്റ് ചെയ്യുന്ന ഒരു താരമാണ് ശിവം ദുബെ. അത്തരത്തിലുള്ള താരങ്ങൾ നമ്മുടെ സ്ക്വാഡിലുള്ളത് ഇന്ത്യക്ക് വലിയൊരു ഗുണം തന്നെയാണ്. ഉസ്മാൻ താരിഖ് ഒരു 12 ഓവർ മുതൽക്ക് മിഡിൽ ഓവറുകളിലായിരിക്കും താരം ബോൾ ചെയ്യാനെത്തുക. ആ ഒരു സമയത്ത് ഇന്ത്യയിൽ ബാറ്റ് ചെയ്യുന്ന താരങ്ങൾക്ക് കൃത്യമായിട്ട് താരത്തെ കളിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, ഡോക്ടർ അജിത് കുമാർ, ഇപ്പം ഉസ്മാൻ താരിഖ് അദ്ദേഹത്തിന്റെ ബൗളിംഗ് ഫിഗർ നമ്മളൊന്ന് ശ്രദ്ധിക്കായിരുന്നു. അതായത് 4 മത്സരങ്ങളാണ് ഇന്റർനാഷണൽ T20 കളിച്ചിട്ടുള്ളത്. 11 വിക്കറ്റുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ബൗളിംഗ് ശൈലി നമ്മൾ പറഞ്ഞു. പക്ഷേ ഇന്നലെ സൂര്യകുമാർ അത് ഇമിറ്റേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എങ്ങനെയാണോ അദ്ദേഹം പന്തൊന്ന് റിലീസ് ചെയ്യാൻ എടുക്കുന്ന സമയം എങ്ങനെയാണോ അത്, പക്ഷെ അത് ഒരു കണക്കിന് ബാറ്റർമാരെ നമ്മൾ ക്രിക്കറ്റ് വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ബാറ്റർമാർക്ക് അതൊരു പ്രശ്നമല്ല. കാരണം ഇന്ത്യൻ ബാറ്റർമാരിൽ ഭൂരിഭാഗം, ഇപ്പോൾ ഹാർദിക് ഉൾപ്പെടെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പന്ത് റിലീസ് ചെയ്ത് ബാറ്റിലേക്ക് എത്തുന്ന സമയം, ആ സമയത്താണ് അവരുടെ മൈൻഡിൽ ഈ കളി സാധാരണഗതിയിൽ വരുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രയാസമാകില്ല എന്ന് തോന്നുന്നു. ഒപ്പം തന്നെ ഇന്ത്യയുടെ ബാറ്റർമാർ എത്രമാത്രം വലിയൊരു ആധിപത്യം പാകിസ്ഥാൻ ബൗളർമാർക്ക് മുന്നിൽ നേടുന്നു എന്നുള്ളത് വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടിയാണ്. അപ്പോൾ സമീപകാലത്ത് ഇന്ത്യൻ ബാറ്റർമാരുടെ ഫോം അത് നമുക്ക് ഇന്ന് നൽകുന്ന ഒരു പ്രതീക്ഷ എന്താണ്? ശരിക്കും USA ആയിട്ടുള്ള ടീം മത്സരത്തില് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ഫോം വളരെ വളരെ സസ്പെക്ട് ആയിരുന്നു. USA പൂർ ഫീൽഡിംഗ് കാരണം മാത്രമാണ് നമ്മൾ ആ മത്സരം വിജയിച്ചത്. USA ശരിക്ക് ഇന്ത്യയെ വിറപ്പിച്ചു. അത് നല്ലൊരു ഇഫക്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതുകൊണ്ട് അടുത്ത മത്സരം കുറച്ചും കൂടി സ്റ്റഡി ആയിട്ട് ഇന്ത്യൻസ് ബാറ്റ് ചെയ്തു, 200+ സ്കോർ ചെയ്തു. അപ്പൊ അത് കണ്ട് ഇപ്പൊ ഓവർ കോൺഫിഡൻസ് എന്നൊരു കാര്യം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ഇല്ല. അത് തീർച്ചയാണ്. കളി തുടങ്ങുന്നതിന് മുമ്പ് USA ആയിട്ടുള്ള മത്സരം തന്നെയായിരുന്നു. നമ്മുടെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചു നമ്മളിപ്പോ 300 എടുക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിലും എക്സ്പേർട്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. 300 പോയിട്ട് 160 എത്താൻ തന്നെ നമ്മൾ പെട്ട പാട് നമ്മൾ കണ്ടു. അത് ശരിക്കും ഇന്ത്യക്ക് ഒരു നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ സ്പിന്നർമാരുടെ കാര്യം നോക്കുമ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സ് എന്നും ഈ സ്പിന്നർമാരെ നന്നായിട്ട് കളിക്കുന്നവരാണ്. ഞാൻ ഉസ്മാൻ താരിഖിനെ കാണുമ്പോൾ നമ്മുടെ അശ്വിനും ഇങ്ങനെ മുന്നെയായിരുന്നു ബോൾ ചെയ്തിരുന്നത് നമുക്ക് മറക്കരുത്. അശ്വിൻ ഇതേപോലെയാണ്. അദ്ദേഹം ഈ റിലീസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ആ ക്യാരം ബോളൊക്കെ വളരെ ലേറ്റ് റിലീസായിരുന്നു അശ്വിന്റെ. അപ്പൊ ഈ അശ്വിന്റെ ബോളിംഗ് ഒക്കെ ഫേസ് ചെയ്തവരാണ് ഇന്ത്യൻ പ്ലേയേഴ്സ്. അവർക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് സ്പിന്നിനെ കളിക്കേണ്ടത്. നിങ്ങൾ ഡെസ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ അഭിഷേക് ശർമ്മ ഏറ്റവും ഇഫക്റ്റീവ് സ്പിന്നേഴ്സിനോടാണ്, ഏറ്റവും നന്നായിട്ട് കളിച്ചിരിക്കുന്ന സ്പിന്നേഴ്സിനോടാണ്. അപ്പൊ അത് നന്നായിട്ട് പാകിസ്ഥാൻകാർക്കും അറിയാം. അപ്പം അതുപോലെ തന്നെ ഈ ഉസ്മാൻ താരിഖിന് ശരിക്കും സപ്പോർട്ട് മറ്റേ ഭാഗത്ത് നിന്ന് കിട്ടണമെന്ന് വളരെ നവാസാണ് ഏറ്റവും അവരുടെ ബെസ്റ്റ് ബോളർ. നവാസും ഇവരും ഇതേയും കൂടി ഒരു കോമ്പിനേഷനിലാണ് അവര് USA തോൽപ്പിച്ചത്. USA വിജയം അവരുടെ നല്ല ആധികാരികമായിരുന്നു. 32 റൺസിന്റെ അവര് വിക്ടറി ആ മാച്ച് മുഴുവൻ നമ്മൾ കണ്ടതാണല്ലോ. വളരെ നല്ല വിക്ടറിയാണ് USA ഇവരെടുത്തത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പം US ബാറ്റ്സ്മാൻമാർ എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഉസ്മാൻ താരിഖ് ഒരു വണ്ടറായത്. നമ്മൾ നെതർലൻഡ്സിന്റെ മാച്ചിൽ ഉസ്മാൻ താരിഖിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. നെതർലൻഡ് ബാറ്റ്സ്മാൻ നന്നായിട്ട് അദ്ദേഹത്തെ ഫേസ് ചെയ്തു. അതും നമ്മൾ മറക്കരുത്. പാകിസ്ഥാനിന് 114 for 7 ആയിട്ട് ജസ്റ്റ് കടന്നുകൂടിയതാണ്. അവരിപ്പോ ആ പ്ലെയറിനെ അവരെടുത്തില്ല. അഷ്റഫിനെ അവർ ഈ ടീമിൽ നിന്ന് ഒഴിവാക്കി. അദ്ദേഹത്തിന്റെ ഒരു അവസാനത്തെ മിനിറ്റ് ബാറ്റിംഗ് കാരണമാണ് അവര് നെതർലൻഡ്സിനോട് 3 വിക്കറ്റിന് വിജയിച്ചത്.
നെതർലൻഡ്സിന്റെ ബാറ്റ്സ്മാന് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഉസ്മാൻ താരിഖിനെ കളിക്കുക. അന്ന് ഉസ്മാൻ താരിഖ് ഒരു വലിയൊരു സെൻസേഷൻ ആയിട്ട് നമ്മൾ കണ്ടില്ല. ശരിക്കും കണ്ടത് ഈ US മാച്ചിലാണ്. USA ആയിട്ടുള്ള മാച്ചിൽ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഇദ്ദേഹം ഒരു വലിയൊരു ഫിഗർ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ബാറ്റ്സ്മാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല.